Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. റോജി എം ജോൺ MLA മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന രണ്ടാമത് MLA കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ 17 മുതൽ 22 വരെ തുറവൂരിൽ നടക്കും. ടൂർണമെന്റിന്റെ ഫിക്സ്ചർ സെലക്ഷനും ജേഴ്സി പ്രദർശനവും അങ്കമാലി MP ഓഫീസിൽ നടന്നു. കഴിഞ്ഞ വർഷത്തെ MLA കപ്പിന്റെ വൻ വിജയത്തിന്റെ ഉണർവിലാണ് ഇത്തവണത്തെ ടൂർണമെന്റ് നടക്കുന്നത്. തുറവൂർ പഞ്ചായത്ത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഡിസംബർ 17 മുതൽ 22 വരെ വൈകിട്ട് 5 മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 32 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ഒന്നാം സമ്മാനമായി 25,000 രൂപയും ട്രോഫിയും, രണ്ടാം സമ്മാനമായി 15,000 രൂപയും ട്രോഫിയും, മൂന്നാം സമ്മാനമായി 10,000 രൂപയും ട്രോഫിയും നൽകും. ടൂർണമെന്റിന്റെ ഫിക്സ്ചർ സെലക്ഷൻ ബെന്നി ബെഹന്നാൻ MPയുടെ ഓഫീസിൽ നടന്നു. മാനേജേഴ്സ് മീറ്റാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം 32 അങ്കമാലിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 32 ടീമുകൾ തമ്മിൽ നേരിട്ട് ഏറ്റവും അവസാനം ഫൈനൽ മത്സരത്തിലേക്ക് വിജയികളായ കുറുമശ്ശേരി ടീമടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ കൊല്ലവും വാശിയേറിയ പോരാട്ടവുമായി MLA കപ്പ് സീസൺ 2 അരങ്ങേറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളുടെ ആദ്യമേ തന്നെ ഫിക്സ്ചർ നടപടിയിലേക്കാണ് പോകുന്നത്. നമ്മൾ 32 ടീമുകളാണുള്ളത്. ഫിക്സ്ചർ നടപടി എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. നമ്മൾ ഇവിടെ വന്ന് ഒരു ടീമിനെ ഇവിടെ നിന്ന് നറുക്കെടുക്കും. ആ ടീം അതിനൊപ്പം തന്നെ അടുത്ത ടീം. ആ നറുക്കെടുപ്പിന് ശേഷം നമ്മൾ ഫസ്റ്റ് മാച്ചിന്റെ ആയിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. ഫസ്റ്റ് മാച്ചിന്റെ പേരായിരിക്കും നമ്മൾ എഴുതുന്നത്. അതിനുശേഷം അവരുടെ എതിരാളികൾ ആരാണോ അവരുടെ ആയിരിക്കും രണ്ടാമത് എടുക്കുന്നത്. ഇങ്ങനെ തന്നെ ഒരു സൈക്കിളായിട്ട് തന്നെ ആ ഓർഡറിൽ തന്നെ ഫസ്റ്റ് മാച്ച്, സെക്കൻഡ് മാച്ച്, തേർഡ് മാച്ച്, ഫോർത്ത് മാച്ച്, ആ ഒരു ഓർഡറിൽ 16 മാച്ചുകളുടെ 32 ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളുടെ 16 മാച്ചുകളാണ് ആദ്യ റൗണ്ട്. ആ റൗണ്ടിലെ മത്സരങ്ങളാണ് ഇന്ന് ഇവിടെ ഈ ഫിക്സറിലൂടെ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടീമിന്റെ ഫിക്സർ എടുക്കാം. നമ്മുടെ ഈ വർഷത്തെ 32 ടീമുകളാണ് ഈ ചെറിയ ബക്കറ്റിലുള്ളത്. ആദ്യത്തെ മത്സരം ആരുടെയൊക്കെയാണെന്നുള്ളത് റോഹിൻ ചേർന്നായിരിക്കും തെരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ ടീം വോൾവറിൻ FC. താരത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവരുടെ എതിരാളി ആരാന്ന് നോക്കാം. ഫസ്റ്റ് മത്സരത്തിൽ എതിരാളി ആരാണെന്ന് നോക്കാം. യുണൈറ്റഡ് അങ്കമാലി FC. യുണൈറ്റഡ് അങ്കമാലി FC. അടുത്ത മത്സരത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നമ്മുടെ കുട്ടി കായിക താരം അത് നമ്മുടെ റൊണാൾഡോ ഫാനാണ്. റൊണാൾഡോ ഫാനാണ്. ആദമാണ് അടുത്ത മത്സരത്തിന്റെ ഫിക്സർ എടുക്കുന്നത്. എല്ലാവരും നല്ലൊരു കൈകളോട് ആദത്തിന് സ്നേഹപൂർവ്വം ഫിക്സർ എടുക്കാൻ ക്ഷണിക്കാം. യുവ മുള്ളരിപ്പാടം ടീം മാനേജറോട് എത്തിയിട്ടുണ്ട്. പറഞ്ഞോട് വെച്ചു. പെരിയാർ റൈസ് കാലടി. നല്ലൊരു കൈകളെടുക്കുക. ആ പെരിയാർ റൈസ് കാലടിയുടെ ടീം മാനേജറാണ് കുട്ടി റൊണാൾഡോ ഫാനോട് എത്തിയിരിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ മത്സരം മുളരിപ്പാടവും യുവ മുളരിപ്പാടവും പെരിയാർ റൈസ് കാലടിയും തമ്മിലായിരിക്കും. അടുത്ത മത്സരം സംഗമം ത്രിവേണിയും ഫ്രണ്ട്സ് കുന്നപ്പള്ളിശ്ശേരി. 2 പാറക്കടവുകാരാണല്ലോ. സംഘം ത്രിവേണിയും ഫ്രണ്ട്സ് കുന്നപ്പള്ളിശ്ശേരിയുമാണ് 2 ടീമുകൾ. മൂന്നാമത്തെ മത്സരം നമ്മൾ ഫിക്സർ പറഞ്ഞു. ഈ 4ാമത്തെ മത്സരത്തിന്റെ ഫിക്സറാണ്, ടീമുകളുടെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. വിസ്മയ FC യും ബാഡ് ബോയ്സ് മഞ്ഞപ്പറയും. വിസ്മയ FC
ബാഡ് ബോയ്സ് മഞ്ഞപ്പുറ. ബാഡ് ബോയ്സ് മഞ്ഞപ്പുറ. അടുത്തത് സൂപ്പർ ബോയ്സ് കാളാറൂഴി, അങ്ങനെയുണ്ടാ മൂക്കന്നൂരും വിക്ടോറിയൻസ് ക്ലബ്ബ്. മൂക്കന്നൂർ ടീമും വിക്ടോറിയൻസ് ക്ലബ്ബും തമ്മിലുള്ള മത്സരമാണ് അടുത്ത മത്സരം. വിക്ടോറിയൻസ് എവിടെയാണ് സ്ഥലം? രണ്ട് ടീം മാനേജേഴ്സ് ഇവിടെ ഉണ്ടെന്ന് കരുതുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അങ്കമാലി നഗരസഭാ പിതാവ് ശ്രീ മാത്യു തോമസ് അവர்கள் നമ്മുടെ ഈ മാനേജേഴ്സ് മീറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പിക്ചേഴ്സ് എടുക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിച്ചു. മലയാറ്റൂർ ഫ്രണ്ട്സ് ക്ലബ്ബ്, മലയാറ്റൂർ ഫ്രണ്ട്സ് ക്ലബ്, ഉദയ ക്ലബ്, കളമ്പാട്ട്. രണ്ട് മലയാറ്റൂരാണ്. ഏഴാമത്തെ മത്സരമാണ്. ഉദയ ക്ലബ്ബ് കളമ്പാട്ടുപുരവും മലയാറ്റൂർ ഫ്രണ്ട്സ് ക്ലബ്ബും തമ്മിലുള്ള മത്സരമാണ്. ന്യൂ സ്റ്റാർ അങ്കമാലി, സെനഗൽ എഫ് സി. അടുത്ത മത്സരം അതായത് ന്യൂ സ്റ്റാർ അങ്കമാലിയും സെനഗൽ എഫ് സിയും തമ്മിലായിട്ടാണ്. ഫാസ് മാണിക്യമംഗലവും ജാസ് തുറവൂരും. ഫാസ് മാണിക്യമംഗലവും ജാസ് തുറവൂരും തമ്മിലുള്ള മത്സരമാണ് ഒമ്പതാമത്തെ മത്സരം. ടീം മാനേജേഴ്സ് ഇവിടെ ഉണ്ടോ? ട്രിവിയ എഫ് സി ചുള്ളി, മജസ്റ്റിക് എഫ് സി. നമ്മുടെ പത്താമത്തെ മത്സരമാണ്. ട്രിവിയ എഫ് സിയും മജസ്റ്റിക് എഫ് സിയും തമ്മിലാണ്. ടീം മാനേജേഴ്സ് ഇവിടെ ഉണ്ടെന്ന് കരുതുന്നു. എഫ് സി സ്ട്രൈക്കേഴ്സ് അങ്കമാലി, യുവതാര കുന്നപ്പള്ളിശ്ശേരി. എഫ് സി സ്ട്രൈക്കേഴ്സ് അങ്കമാലിയും യുവതാര കുന്നപ്പള്ളിശ്ശേരിയും തമ്മിലുള്ള മത്സരമാണ് പത്താമത്തെ മത്സരം. 12ാമത്തെ മത്സരത്തിന്റെ ഫിക്സറാണ്. സ്പോർട്സ് ഹബ്ബ് കോടിശ്ശേരി, എഫ് സി ചെമ്പന്നൂര്. സ്പോർട്സ് ഹബ്ബ് കോടിശ്ശേരിയും എഫ് സി ചെമ്പന്നൂരും തമ്മിലുള്ള മത്സരമാണ് 12ാമത്തെ മത്സരം. ബി എഫ് സി തേവർമഠം, സെവൻസ് അങ്കമാലി. ബി എഫ് സി തേവരമളവും സെവൻസ് അങ്കമാലിയും തമ്മിലുള്ളതാണ് 13ാമത്തെ മത്സരം. 14ാമത്തെ മത്സരം ലോസ് ബ്ലാങ്കോസ് പിച്ചാനിക്കാടും സെവൻസ് പാണ്ടുപാറയും. അങ്ങനെയുണ്ടോ? 14ാമത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് സെവൻസ് പാണ്ടുപാറയും ലോസ് ബ്ലാങ്കോസ് പിച്ചാനിക്കാടും. കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനം എത്തിയ ടീമാണ് 2ാം സ്ഥാനം വന്ന ടീമാണ് ലോസ് ബ്ലാങ്കോസ്. അടുത്തത് സ്പാർട്ടൻസ് വേങ്ങൂരും SNAC പാലശ്ശേരി. 15ാമത്തെ മത്സരം ഏറ്റുമുട്ടുന്നത് സ്പാർട്ടൻസ് വേങ്ങൂരും SNAC പാലശ്ശേരി ടീമും തമ്മിലാണ്. ലാസ്റ്റ് MLA കപ്പിന്റെ റൗണ്ട് 1ന്റെ ലാസ്റ്റ് മത്സരം. നേർക്ക് നേർ വരുന്നത് ആരൊക്കെ? സെവൻസ് ഇല്ലത്തോടും ഏതാ ബാക്കിയുള്ളത്? ഫാർസ തലക്കോട്ട് പറമ്പ്. അവസാനത്തെ 16ാമത്തെ റൗണ്ട് 1ലെ മത്സരങ്ങൾ സെവൻസ് ഇല്ലത്തോടും ഫാർസ തലക്കോട്ട് പറമ്പും തമ്മിലായിരിക്കും. അങ്ങനെ 16 മത്സരങ്ങളുടെ നേർക്ക് നേർ വരുന്ന ടീമുകളെ ഇന്നത്തെ ഈ ചടങ്ങിൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും സീസൺ 2 MLA കപ്പ് എന്നുള്ളത് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെ. ഇത്രത്തോളം കണ്ടു കഴിഞ്ഞപ്പോൾ ഉറപ്പുള്ള കാര്യങ്ങളാണ്. അപ്പോ MLA കപ്പ് സീസൺ 2ന്റെ ആദ്യ മത്സരം മൂന്നൂർ എഫ് സിയും യുണൈറ്റഡ് അങ്കമാലി എഫ് സിയും തമ്മിലാണ്. രണ്ടാമത്തെ മത്സരം യുവ മുല്ലേരിപ്പാടവും പെരിയാർ റൈസ് കാലടിയും. മൂന്നാമത്തെ മത്സരം സംഘം ത്രിവേണി ഫ്രണ്ട്സ് കുന്നപ്പള്ളിശ്ശേരി. നാലാമത്തെ മത്സരം വിസ്മയ എഫ് സി ബാഡ് ബോയ്സ് മഞ്ഞപ്പുറ. അഞ്ചാമത്തെ മത്സരം സൂപ്പർ ബോയ്സ് മൂക്കന്നൂർ വിക്ടോറിയൻ ക്ലബ്ബ്. ആറാമത്തെ മത്സരം സോക്കർ സെവൻസ് കിടങ്ങൂർ പ്ലേയേഴ്സ് കുറുശ്ശേരി. ഏഴാമത്തെ മത്സരം വരുന്നത് മലയാറ്റൂർ ഫ്രണ്ട്സ് ക്ലബ്ബും ഉദയ ക്ലബ്ബ് കളമ്പാട്ടുപുരം. എട്ടാമത്തെ മത്സരത്തിൽ നേർക്ക് നേർ വരുന്നത് ന്യൂ സ്റ്റാർ അങ്കമാലിയും സെനഗൽ എഫ് സിയും. ഒമ്പതാമത്തെ മത്സരത്തിൽ നേർക്ക് നേർ വരുന്നത് ഫാസ് മാണിക്യമംഗലവും ജാസ് തുറവൂരും. അടുത്തത് 10ാമത്തെ മത്സരത്തിൽ നേർക്ക് നേർ വരുന്നത് ട്രിവിയ എഫ് സി ചുള്ളിയും മജസ്റ്റിക് എഫ് സിയുമാണ്. 11ാമത്തെ മത്സരത്തിൽ നേർക്ക് നേർ വരുന്നത് എഫ് സി സ്ട്രൈക്കേഴ്സ് അങ്കമാലിയും യുവതാര കുന്നപ്പള്ളിശ്ശേരി ടീമുകളാണ്. 12ാമത്തെ മത്സരത്തിൽ നേർക്ക് നേർ വരുന്നത് സ്പോർട്സ് ഹബ് കോഴിശ്ശേരിയും എഫ് സി ചെമ്മന്നൂരുമാണ്. 13ാമത്തെ മത്സരത്തിൽ നേർക്ക് നേർ വരുന്നത് BFC തേവർമഠവും സെവൻസ് അങ്കമാലി ടീമുമാണ്. 14ാമത്തെ മത്സരത്തിൽ നേർക്ക് നേർ വരുന്നത് സെവൻസ് പാണ്ടുപാറയും ലോസ് ബ്ലാങ്കോസും തമ്മിലാണ്. 15ാമത്തെ മത്സരത്തിൽ വരുന്നത് സ്പാർട്ടൻസ് വേങ്ങൂരും SNAC പാലിശ്ശേരി ടീമും തമ്മിലാണ് മത്സരം വരുന്നത്. അവസാനത്തെ ലാസ്റ്റ് റൗണ്ട് 1 മത്സരം സെവൻസ് ഇല്ലിത്തോടും ഫാർസ തലക്കോട്ട് പറമ്പ് എന്നീ ടീമുകൾ തമ്മിലായിരിക്കും ലാസ്റ്റ് മത്സരം വരുന്നത്. എല്ലാവരും നല്ലൊരു കൈയോടുകൂടി തന്നെ
ഈ വർഷത്തെ ലോഗോ ക്ഷമിക്കണം, ഈ വർഷത്തെ ജേഴ്സിയുടെ പ്രദർശനമാണ്. കഴിഞ്ഞ വർഷം ലൈറ്റ് ആണെങ്കിൽ ഈ വർഷം ഡാർക്ക് ആണ്. അപ്പൊ നല്ലൊരു കൈകളോടുകൂടി തന്നെ റോജി എം ജോൺ MLA, നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, കൗൺസിലർ സാജു നെടുങ്ങാടൻ എന്നിവർ ചേർന്ന് നറുക്കെടുപ്പിലൂടെ ഫിക്സർ സെലക്ഷൻ നടത്തി. ടീം അംഗങ്ങൾക്ക് MLA നൽകുന്ന ജേഴ്സിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ലഹരി അടക്കമുള്ള ദുഷ്പ്രവണതകൾക്കെതിരെ അഡിക്റ്റഡ് ടു സ്പോർട്സ് എന്ന സന്ദേശം ഉയർത്തിയാണ് MLA കപ്പ് സീസൺ 2 നടക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു പുതിയ പരീക്ഷണം എന്ന നിലയിലാണ് MLA കപ്പ് നടത്തിയത്. അത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വളരെ മികവാർന്ന കളികളാണ് ബഹുഭൂരിപക്ഷവും എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. വളരെ അപൂർവം ചില ടീമുകൾ ഒഴികെ ബാക്കി മിക്ക ടീമുകളും നമ്മൾ നല്ലൊരു ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന തലത്തിലേക്കുള്ള ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുമ്പോൾ കാണുന്ന തരത്തിലുള്ള മികവാർന്ന കളിയാണ് അവിടെ കാഴ്ചവെച്ചത്. അപ്പൊ നമ്മുടെ നാട്ടിലെ അങ്കമാലി നിയോജകമണ്ഡലത്തിൽ തന്നെ ഇത്രയേറെ പ്ലെയേഴ്സ്, ഇത്രയേറെ ടീമുകൾ, അതിൽ നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ടീമുകളുണ്ട് എന്ന് തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാവണം, നമുക്ക് കൂടുതൽ ആളുകൾക്ക് കളിച്ചു വരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവണം എന്ന് നമ്മൾ കരുതുകയും അത് ഈ വർഷവും ഡിസംബർ മാസത്തിൽ തന്നെ നമ്മൾ നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്ത്. കഴിഞ്ഞ തവണ എല്ലാവർക്കും കുറെ സംശയങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത കുറവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ടീമുകളും കഴിഞ്ഞ തവണ വന്ന ടീമുകളൊക്കെ തന്നെയാണ് അല്ലെ. പുതിയ ടീമുകളുണ്ടോ? ചിലര് മാത്രമാണ് പുതിയ ടീമുകൾ വന്നിരിക്കുന്നത്. ബാക്കി ഭൂരിപക്ഷവും കഴിഞ്ഞ തവണ വന്ന ടീമുകളാണ്. എന്റെ അടുത്ത് ടീമിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ആദ്യം വന്ന 32 ടീമുകൾക്കാണ്, ആദ്യം വന്ന 32 ടീമുകളെയാണ് നമ്മൾ അവസരം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത് ടീമുകൾ അന്വേഷിച്ചു വന്നു, ഇനി ഞങ്ങൾക്ക് അവസരം ഉണ്ടോ എന്ന് ചോദിച്ചു. നമുക്കത് പ്രായോഗികമായിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്കറിയാം അതിന്റെ ഒരു ഷെഡ്യൂൾ ഫിക്സ്ഡ് നമുക്ക് തയ്യാറാക്കുമ്പോൾ ഒന്നെങ്കിൽ 32 ടീമായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ 64 ടീമിലേക്ക് പോകണം. 64 ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രായോഗികമായിട്ട് കുറേയേറെ ദിവസങ്ങൾ എടുക്കും, വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ 32 എന്നുള്ള ഒരു എണ്ണത്തിൽ നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്തായാലും അനൗൺസ് ചെയ്തപ്പോൾ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ ടീമുകളെല്ലാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. നമുക്ക് ഇത്തവണ നമ്മൾ തുറവൂരിലാണ് കളി നടന്നത്. തുറവൂർ പഞ്ചായത്ത് സ്റ്റേഡിയം നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തുറവൂർ ജംഗ്ഷൻ തന്നെയാണ് തുറവൂർ പഞ്ചായത്തിന്റെ സ്റ്റേഡിയം ഉള്ളത്. നമ്മൾ ഓരോ വർഷം നമ്മൾ അങ്കമാലി കഴിഞ്ഞ അവിടെ നടത്തി. നമ്മൾ ഓരോ വർഷം ഓരോ പഞ്ചായത്തുകളിൽ നടത്താനാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. കാരണം അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ കളി കാണാനും അതിന്റെ ഭാഗമാകാനൊക്കെ ഉള്ള ഒരു അവസരം ലഭിക്കും. അപ്പോൾ എല്ലാവരെയും ഈ മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചെറിയ അഭ്യർത്ഥനയുള്ളത്, നമ്മൾ ഇന്നിപ്പോ നമ്മള് മത്സരത്തിന്റെ ക്രമം നമ്മൾ തീരുമാനിച്ചു. ഇനി അതിന്റെ ടൈം ഷെഡ്യൂൾ നമ്മൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നാളെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും. അത് പ്രകാരമുള്ള ടൈം ഷെഡ്യൂൾ നമ്മൾ അനൗൺസ് ചെയ്യും. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്കാണ് ആദ്യത്തെ കളി ആരംഭിക്കുക. അപ്പോ അതനുസരിച്ച് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ചില ടീമുകൾ നമുക്ക് സമയത്ത് എത്തിച്ചേരാനായിട്ട് അല്പം പ്രയാസമുണ്ടായി. അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു കളി നമ്മൾ വൈകിയാൽ അത് അന്നത്തെ ദിവസത്തെ മൊത്തം ഷെഡ്യൂളിനെ നമുക്ക് ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടൈം ഷെഡ്യൂളിന്റെ കാര്യത്തിൽ നമ്മൾ കർശനമായിരിക്കും. ചില ടീമുകൾ 7 പേര് കളിക്കേണ്ടിടത്ത് ചിലപ്പോൾ 5 പേരായിരിക്കും സമയത്ത് വരിക. 2 പേര് ചിലപ്പോൾ ഓൺ ദ വേ വരുന്നോണ്ടിരിക്കുക 10 മിനിറ്റ് എന്നൊക്കെ പറയും, പക്ഷെ പിന്നെ 10 മിനിറ്റിലും വരില്ല. അപ്പോൾ അത് നമുക്ക് ഷെഡ്യൂളിന് പ്രയാസം ഉണ്ടാക്കും. അത് കഴിഞ്ഞ തവണ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് പറയുന്ന കളി തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് 15 മിനിറ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് കൃത്യസമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ ഷെഡ്യൂൾ കൃത്യമായിട്ട് നമുക്ക് നിങ്ങൾക്ക് ഓരോ മത്സരങ്ങൾക്കുള്ള ടൈം നമ്മൾ പറയും. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ മൊത്തത്തിൽ താളം തെറ്റും. ബാക്കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ അനുഭവം ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് പരമാവധി നമ്മൾ അത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഏറ്റവും നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട്. നമുക്ക് 17-ാം തീയതി നമുക്ക് തുറവൂര് സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം. താങ്ക് യു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.